Hi guys, welcome to Plesha and Co. നീണ്ട 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുക. ചിലതൊക്കെ കാണാനും പഠിപ്പിക്കാനും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഡെലിവറി കഴിഞ്ഞു. നിങ്ങൾ ഇപ്പൊ ഒരു കുട്ടി സാധനമുണ്ട്. ഇപ്പൊ കുട്ടി സാധനത്തിന് ഇപ്പൊ 9 മാസമായിട്ടുണ്ട്. അതെ, അത് ഡെലിവറി കഴിഞ്ഞ 9 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് കുട്ടി സാധനത്തിനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ കുട്ടി സാധനത്തിനെ ഞങ്ങൾ കാണിച്ചു തരാം. അതിന്റെ കൂടെ ബർത്ത് സ്റ്റോറിയും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ കുഞ്ഞു സാധനത്തിനെ കാണിച്ചു തരാനുള്ള count of 3, 2, 1. This is our bed, Beraki. I love you, baby. ആളുടെ മൂഡ് ശരിയല്ലായിരിക്കും. മൂഡ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. So it's been 1/4 years that we've been here. Yes. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും കാണാനും പുതിയൊരു വ്ളോഗ് എടുക്കാനും ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഞങ്ങൾ ഒരു സമയം വളരെ കാര്യമായി കണ്ടെത്തി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളോട് കുറെ പേര് ചോദിച്ചിരുന്നു ഞങ്ങളുടെ എന്താ നിങ്ങളെ വ്ളോഗ് എടുക്കാത്ത, എന്തുകൊണ്ട് എടുത്തില്ല. കുറെ പേരോ, 4 പേര്, only 4 people. അതിൽ 2-3 പേരുടെ പേര് ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചേച്ചിയുടെ അജയ് ചേട്ടന്റെ സിസ്റ്റർ അന്ന ചോദിച്ചിരുന്നു എന്താ നിങ്ങൾ വ്ളോഗ് എടുക്കാത്ത. പിന്നെ നമ്മുടെ കോമൺ ഫ്രണ്ടായ നിഷ ചോദിച്ചിരുന്നു. നിഷയുടെ കൊച്ചു ഇവന്റെ അത്രേ ഉള്ളൂ. ഇങ്ങനെ കിട്ടാൻ ചിലപ്പോ കിട്ടുമായിരിക്കും, നല്ല സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ബിജി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെ കാനഡയിലാണ്. ചോദിച്ചിരുന്നു. ഇവന്റെ ഡെലിവറിക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് സിസ്റ്ററും കൂടെ ചോദിച്ചിരുന്നു നിങ്ങൾ വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, ഇങ്ങനെ 4 പേരാണ് ടോട്ടൽ നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളൂ 1 വർഷമായിട്ട്. ബാക്കി നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. 160 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അവരാരും നമ്മളോട് ചോദിച്ചിട്ടില്ല. അതെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്തോ എങ്ങനെ വീഡിയോസിലും ഇവനും ഉണ്ടായിരിക്കും. അതെ, എന്റെ പുന്നിപ്പന്റെ നെയിം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ബേബി ബോയ് ടോക്ക്. വൈ ഐ സേ ബേബി ബോയ് ഈസ് ബിക്കോസ് ഞങ്ങൾ ഇവന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യാം. യെസ്, ഓൾമോസ്റ്റ് 3.5 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. അത് ടിക്ടോക്കിലും പിന്നെ അല്ലാതെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് കുറെ പേര് എടുത്തിട്ടുണ്ട്. എനിവേസ് അതിന്റെയൊക്കെ താഴെ വന്ന കമന്റിലാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചത്. എവരിബഡി ഈസ് ടെല്ലിംഗ് ദാറ്റ് ഹി ഈസ് ഷീ. അതായത് അവനെ മമ്മ എന്ന് പറയുന്ന വീഡിയോയാണ്. അപ്പൊ അവൻ ഡാഡ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും അതിന്റെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് ഗേൾ ആ, ബേബി ഗേൾ, അതുകൊണ്ടാണ് ഡാഡ എന്ന് പറയുന്നത്. പക്ഷെ ഗേൾ അല്ല, ബോയ് ആണ്. അപ്പൊ ഈ ബേബി ബോയിനെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ കുറെ നാളായിട്ട് വിചാരിക്കുമായിരുന്നു നിങ്ങളൊന്ന് കാണിക്കണമെന്നു. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ള അവസരം കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് നോർമലി സ്കാൻ വെച്ചായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഏകദേശം മന്തിന്റെ സ്കാന്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നത് എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഓൾസോ ഇവന്റെ ബർത്ത് സ്റ്റോറി ബേസിക്കലി. അതാണ് വീഡിയോ. ചിലപ്പം ഇവന്റെ സൗണ്ട് ഒക്കെ ഇതുപോലെ കേൾക്കാം, അല്ലെങ്കിൽ ഇവൻ ചിലപ്പോ ഉറങ്ങാൻ പോകും. ഇപ്പൊ നമ്മുടെ ഷെഡ്യൂൾ എല്ലാം മാറുമല്ലോ. എല്ലാം ഇയാളുടെ ഷെഡ്യൂൾ, ഇയാളുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ പോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾസ്. ഉച്ചയായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഷെഡ്യൂൾ അങ്ങനെയാണ്. അവരുടെ രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ, നമ്മുടെ ഫുഡ്, നമ്മുടെ ഉറക്കം എല്ലാം അവരുടെ ഷെഡ്യൂൾ അനുസരിച്ചാണ്. പക്ഷെ ഇവൻ വലിയ കുഴപ്പമില്ല. ഇവന്റെ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് സ്കെഡ്യൂളിലേക്ക് എത്തുന്നു. കാരണം നമ്മൾ കറക്റ്റ് ആണ്. ഓക്കെ, എനിവേസ് നമ്മളെപ്പോഴും വ്ളോഗ് ഇടണം എന്ന് വിചാരിക്കും. എപ്പോഴും അവൻ ഇതിന്റെ വ്ളോഗ് എടുക്കല്ലേ ഇച്ചിരി നീക്കി. ഓക്കെ, തല വെട്ടിപ്പോ ഇച്ചിരി ഇറക്കി വെച്ചു. അങ്ങനെ ബെഡ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി. അപ്പൊ ഇവനെ ഇങ്ങനെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിൽ അല്ലെങ്കിൽ ദിവസവും വ്ളോഗ് ഇടുന്നവർ സമ്മതിക്കണം. ദേ ആർ ഡൂയിങ് ഗ്രേറ്റ്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് എളുപ്പമായിരിക്കാം, കാരണം അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട് അതിനകത്ത്.
പക്ഷെ അവർ ആ തുടക്കം സ്റ്റേജ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കാമല്ലോ. കാരണം ഞങ്ങൾക്കൊരു 160 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലായോ, ഒരു ഞെക്കിൽ കിട്ടു ആനന്ദം. മെയിനായിട്ട് ഇന്ന് വ്ലോഗ് ഇടാൻ കാരണം അന്ന് ഇവനെ നിങ്ങളെ കാണിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ ബെറാക്കിനെ നിങ്ങൾ ഹിസ് നെയിം ഇസ് ബെറാഖിൽ ഈദൻ ലസൻ. അപ്പോൾ ഇവനെ ഒന്ന് നിങ്ങളെ കാണിക്കണം. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ബെറാഖിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണല്ലോ, കിട്ടി എന്നൊക്കെ ചോദിച്ചിരുന്നു. ബെറാഖിൽ ഡിഫറെന്റ് പേരാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 11ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ ഇപ്പം ഞാൻ അന്ന് വിചാരിച്ചു എനിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടോന്ന്. അങ്ങനെ ഞാൻ വളരെ വിയേഡായിട്ടുള്ള കാര്യം, അത് 11ൽ പഠിക്കുമ്പോൾ നോട്ടപ്പോൾ. അപ്പം ഞാൻ അന്ന് എഴുതിയിട്ട പേരാണ്. അന്ന് കുറേ പേരുകളുണ്ട്, 7 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേരാണ് ബെറാഖിൽ ഈദൻ ലസൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി നെക്സ്റ്റ് വരുമെന്ന്, അറിയത്തില്ല. ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ് ആൻഡ് ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ എനിവേസ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ബെറാഖിലിന്റെ സ്പെല്ലിംഗ് BERAQEL. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ആക്ച്വലി ബെറാഖിയേൽ എന്നാണ് പേര്, പക്ഷെ നമ്മളത് ബെറാഖിയേൽ എന്നാക്കിയത്. QEL CHIEL ആണ്. അത് QEL എന്ന് നമ്മളാക്കിയതാണ്. 7 ആണ് ആളുടെ ഫേവറേറ്റ് നമ്പർ. സോ അപ്പം 7 ആക്കി ബെറാഖിയേൽ. ഇൻസ്റ്റാഗ്രാമിൽ ബെറാക്കിയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ലിങ്ക് താഴെ കൊടുത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങളത് കയറി കാണുക, നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വ്ലോഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. നിങ്ങൾ നേരത്തെ പറഞ്ഞത് സോ ദാറ്റ് യു ക്യാൻ get more subscribers and you can enjoy our videos. Hi guys. Hello. പിന്നെ ഷൂട്ടിന്റെ സെക്കൻഡ് ഡേ ആണ്. Second day of the shoot. നേരത്തെ ഷൂട്ടിന് ശേഷം ഉറങ്ങിപ്പോയി. ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാ പറഞ്ഞത്, ഇറ്റ്സ് വെരി ടഫ്. ഓക്കെ, എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഡോക്ടേഴ്സ് നോർമലി പറഞ്ഞതിന്റെ കൂട്ടാണ്ട് ആദ്യത്തെ 3 മാസം നമ്മൾ ട്രാവലിംഗ് ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്, സൂക്ഷിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഞങ്ങൾ 3rd month കഴിഞ്ഞിട്ട് ബോംബെയിലോട്ട് വന്ന് ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ 4th month ആയപ്പോൾ ബോംബെയിലോട്ട് പോയി. ബോംബെയിൽ ട്രാവലിങ്ങിൻ്റെ ഒക്കെ കാരണം കൊണ്ട് ചെറുതായിട്ട് സ്പോട്ടിങ് വന്നു. അധികം വലിയ ചെറുതായിട്ട് സ്പോട്ടിങ് വന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു പ്ലാസിൻ്റെ ചെറുതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, എന്നാലും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു റിസ്ക് അല്ലേ, എൻ്റെ അവിടെ സ്റ്റേഴ്സ് കയറിയിട്ടാണ് പോകേണ്ടത്, മുകളിലോട്ട് ലിഫ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നാട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. നമുക്ക് നാട്ടിൽ തന്നെ എന്താ പിന്നെ ചെയ്യാം. കാരണം അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. കാരണം റിസ്ക് കുറച്ച് കുറവാണ്. നാട്ടിലാകുമ്പോൾ നമുക്ക് ജസ്റ്റ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ, നമുക്ക് പോകാനും വരാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് നാട്ടിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഡോക്ടറും പറഞ്ഞു അതായിരിക്കും നല്ലത്, ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ വ്ളോഗ് കണ്ടു, അതിന് 2ാമത്തെ വ്ളോഗ്, പിന്നെ അത് ഞാൻ അനോമലി സ്കാൻ വരെ നിങ്ങൾ എല്ലാവരും കണ്ടു നിൽക്കുവാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ കണ്ടു നിൽക്കും. അനോമലി സ്കാൻ കഴിഞ്ഞ ശേഷം 7th month ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ലേബർ പെയിൻ വന്നു. ഈ ലേബർ പെയിൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. കാരണം എങ്ങനെയാണ് ഈ പെയിൻ വരുന്നത്, എങ്ങനെയാണ് സംഭവം അറിയുന്നത്. വയറിന് വേദന വന്നപ്പോൾ നമ്മളൊരു കൺസേൺ, കാരണം നമുക്ക് നേരത്തെ ഒരു സ്പോട്ടിങ് പോലെ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു കൺസേൺ ഉള്ളതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ 24 hours അങ്ങാണ്ട് ഒബ്സർവേഷൻ നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ലേബർ പെയിൻ സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് 7th month തുടങ്ങിയുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടെൻഷനായി പോയി. ടെൻഷൻ ഇൻ ദ സെൻസ് നമുക്കൊരു ഇത് വരുമല്ലോ. കാരണം 7th month നമുക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്, പ്രീമേച്യൂർ ആയിട്ടുള്ള ബേബീസ് പുറത്ത് വന്നു നേരത്ത് അവരുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വേദന വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നമ്മുടെ ബെറാക്കിക്ക് വേണ്ടിയിട്ട് ഒരു ബെഡ് ഞാൻ തന്നെ തയ്ച്ച് ഞാൻ തന്നെ അത് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു ചിലപ്പോൾ ആ ബെഡിൽ കിടക്കാൻ വേണ്ടി നേരത്തെ വരാനായിട്ട് ശ്രമിച്ചതായിരിക്കും എന്ന് പറയായിരുന്നു. ഫണ്ണി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു 24 hours ഒബ്സർവേഷൻ വേണം. അത് നമ്മൾ 2 ദിവസം നിർത്തി അല്ലേ. കൊച്ചിൻ്റെ ലങ്സിന് ആൾ നേരത്തെ എങ്ങാനും പുറത്തേക്ക് പോരുവാണെങ്കിൽ ലങ്സ് മെച്ചുവർ ആകാൻ വേണ്ടിയിട്ട്, അവർക്ക് ശ്വാസം എടുക്കാൻ കാര്യങ്ങളെല്ലാം വേണ്ടി ലങ്സ് മെച്ചുവർ ആകാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഒന്നായിരുന്നു, 2 ഡോസ് അത് എടുത്തു. 24 hours 2 ദിവസം വെച്ചാൽ 48 hours അവിടെ കിടക്കുന്നത്. അത് പിന്നെ പെയിൻ കുറഞ്ഞു. പെയിൻ കുറഞ്ഞപ്പോൾ ഞങ്ങളത് വീട്ടിൽ പോകണം പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി ധൈര്യമായിട്ട് വീട്ടിൽ. അവർ പറഞ്ഞു സൂക്ഷിക്കണം, എങ്ങാനും പിന്നെയും വന്നാൽ കുറെ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻ ആണെങ്കിൽ കുറച്ച് പേരാണെങ്കിൽ അത് മറ്റേ ഫോൾസ് ലേബർ പെയിൻ ആയിരിക്കും, അതിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് നീണ്ടു നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾ വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. മരുന്നൊക്കെ 8 മന്ത് കഴിഞ്ഞു, 9 മന്ത് ആയി. അപ്പം നമ്മുടെ ഡേറ്റ് എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ June 11th ആയിരുന്നു. അപ്പം എൻ്റെ ഒരു ഡോക്ടർമാർ ആക്ച്വലി പറയുമല്ലോ ഒരാളുടെ ബോഡി സ്ട്രക്ചറും കൊച്ചിൻ്റെ ഒക്കെ ഒരു വെയിറ്റ് അനുസരിച്ച് അവർക്ക് അറിയാമല്ലോ എത്ര വെയിറ്റിനായിരിക്കും എക്സ്പെക്ട് ചെയ്യാം. അപ്പം കുഞ്ഞിൻ്റെ വെയിറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു മെയ് നമുക്കൊരു 38th വീക്ക് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. മെയ് 27th ആകുമ്പോഴത്തേക്ക് വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പം 27th വന്ന് അഡ്മിറ്റ് ആയി. പക്ഷേ അവർ PV ചെയ്ത് നോക്കിയപ്പം ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മരുന്ന് 3 ഡോസ് തോന്നുന്നു മാക്സിമം. എനിക്കൊന്ന് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചായിരിക്കും അവരത് പറയുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. പുള്ളിക്കാരിക്കും ഈ സെയിം മരുന്ന് തന്നെ കൊടുത്ത് പുള്ളിക്കാരി നെക്സ്റ്റ് ഡേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ പക്ഷെ അത് എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. എല്ലാവരുടെയും പ്രഗ്നൻസി സെയിം അല്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരുടെയും പ്രഗ്നൻസി സെയിം അല്ല. എല്ലാവരുടെയും വേദനകളും സെയിം അല്ല. ചിലർക്ക് ഭയങ്കര വേദന ഉണ്ടാവും, മറ്റു ചിലർക്ക് അതികഠിനമായ വേദന ഉള്ളതാണ്. അതിന്റെ ഗ്രാവിറ്റി പലർക്കും പല രീതിയിലാണ്. അതുകൊണ്ട് ഒരാളുടെ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ പെയിൻ ഉണ്ട് ദാസ. എല്ലാവരുടെയും പെയിൻ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും അവരുടേതായ പെയിൻ ഉണ്ട്. അപ്പൊ അത് മറ്റേ ആളുടെ കുറച്ച് കാണാനൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് മെയിൻ കാര്യം. നമ്മൾ വേറെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സ്റ്റക്കായിട്ട് ഇത് ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിന്റെ ഇമ്പോർട്ടൻസ് അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, എനിവേസ് ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ എൻ്റെ ആക്ച്വലി നോർമൽ ഡെലിവറി ആയിരുന്നു അവർ പറഞ്ഞത്. അതായത് കണ്ടിന്യൂസ് നമ്മൾ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമൽ, എല്ലാം നോർമൽ ആയിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറി ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു 99% നോർമൽ ഡെലിവറി ആണ്. കാരണം 1% നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 99% നമുക്ക് നോർമൽ ഡെലിവറി തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കുറച്ച് എന്താ പറയുക, അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. 27th നമുക്ക് പെയിന്റ് തന്നു, വന്നില്ല. 28th പെയിന്റ് മരുന്ന് തന്നു, വന്നില്ല. ഇതിനിടയ്ക്ക് എല്ലാവരും PV ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടും പറയുന്നത് കേട്ടായിരുന്നു അവർക്ക് ഡെലിവറി പെയിനിനെക്കാളും കഷ്ടം അവർക്ക് PV ആയിരുന്നു. എനിക്ക് തോന്നുന്നത് PV ചെയ്യുന്നത് കഴിഞ്ഞിട്ട് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എല്ലാവർക്കും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന പരിപാടിയാണ് കുറച്ചുകൂടെ പെയിൻഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരു പ്രാവശ്യം ആള് കയറി PV ചെയ്യാൻ വേണ്ടി കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് റൂമിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു സാധനം ചെയ്ത് അത് ഇവരുടെ അടുത്ത് പ്രോംപ്റ്റ് ചെയ്യാതെ ചെയ്ത് ഇവരുടെ അടുത്ത് പറയാതെ സ്ട്രിപ്പ് ചെയ്തു. അപ്പോൾ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ സാക്ക് ഉണ്ടല്ലോ, അകത്ത് കൊച്ചു കിടക്കുന്ന സാക്കും നമ്മുടെ യൂട്രസിൻ്റെ വാളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാനുവലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞത്. കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പറയുക ഇന്നത് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഇവർ പ്രിപ്പയർഡ് ആകും ചിലപ്പോൾ. അപ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടായിരിക്കാം മറ്റ് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഈസി ആകാൻ വേണ്ടിയിട്ടായിരിക്കാം പെട്ടെന്ന് പറയാൻ നേരത്ത് ഒരു സ്റ്റിഫ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പെട്ടെന്ന് പറയാതെ തന്നെ ചെയ്തത്. പക്ഷെ അത് ആൾക്ക് ഭയങ്കര വിഷമമായി പോയി. നോർമലി നമുക്ക് സൂചി കുത്തുമ്പോൾ അവർ പറയുമല്ലോ ഞാൻ സൂചി കുത്താൻ പോവാണേ അല്ലെങ്കിൽ ബ്ലഡ് എടുക്കാൻ പോവാണേ എന്ന് പറയുമല്ലോ. നമുക്ക് മൈൻഡിൽ നമുക്കൊരു മെന്റലി നമുക്ക് പ്രിപ്പയർ ആവാം. അപ്പം പക്ഷേ എൻ്റെ ആക്ച്വലി അവർ PV ചെയ്തപ്പോൾ തന്നെ സ്ട്രിപ്പ് ചെയ്തു. അപ്പം ഞാനത് പ്രിപ്പയർഡ് അല്ലായിരുന്നു. എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. അവർ PV ചെയ്യുമ്പോൾ അവർ കരച്ചില്ല, സിസേറിയൻ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ഓക്കെയാണ്. PV ചെയ്യുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. സ്ട്രിപ്പിംഗ് ചെയ്തപ്പോൾ തന്നെ ആളുടെ കൺട്രോൾ പോയി. ആൾ റൂമിൽ വന്നിട്ട് കരച്ചാൽ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ചെയ്യുവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മളാണെങ്കിൽ കൂടെ ഒരാൾ വെറുതെ ഇരിക്കാൻ നേരത്ത് ഒറ്റ അടി ആളുടെ മോന്തക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും. കാരണം അല്ലാതെ ഒരു വഴക്കുണ്ടായി ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് മോന്തക്കിട്ട് അടിക്കണമെങ്കിൽ ഓക്കെ. അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മോന്തക്കിട്ട് ഒറ്റ അടി അടിച്ചാൽ അതേ ഒരു ഫീൽ തന്നെയാണ് ഇതിലും വരുന്നത്. അതല്ല ഒരു എക്സ്ട്രീം ഫീലാണ് വരുന്നത്. പക്ഷെ എന്നാലും വിഷമമാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം ഓക്കെ ആയി. നമ്മളതെല്ലാം സോർട്ട് ചെയ്തു. നമ്മൾ 29th ആയപ്പോൾ അവർ പെയിൻ, എനിക്ക് മരുന്ന് തന്നിട്ടും പെയിൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റേ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള IV സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 29th അവർ എന്നോട് പറഞ്ഞു രാവിലെ കഴിച്ചിട്ട് വന്നിട്ട് മറ്റേ നമ്മുടെ ഇത് ചെയ്തു, എനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 7 മണി ആയപ്പോഴത്തേക്ക് അവർ IV സ്റ്റാർട്ട് ചെയ്തു. പെയിനില്ല. ഒരു 9 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 9:30 ആയപ്പോഴത്തേക്ക് അവർ
വാട്ടർ ബ്രേക്ക് ചെയ്യും. അവർ മാനുവലി വാട്ടർ ബ്രേക്ക്, കാരണം വാട്ടർ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിരുന്നു, വാട്ടർ ബ്രേക്ക് ആയില്ല. അതുകൊണ്ട് അവർ മാനുവലി വാട്ടർ ബ്രേക്ക് ചെയ്തു. അപ്പോൾ മാനുവലി വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വരാനായിട്ടുള്ള സാധ്യതയും പിന്നെ ഡയലേഷൻ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെയാണ് അവരുടെ സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ അവർ വാട്ടർ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ പെയിൻ വരുന്നുണ്ടെങ്കിലും പെയിൻ വരുന്നുണ്ട് പക്ഷെ കൺസിസ്റ്റന്റ് അല്ല. അതെങ്ങനെ അങ്ങനെ വന്നു പോകുന്നു. അപ്പൊ ഡയലേഷൻ ഉണ്ടാവുന്നില്ല. ഡയലേഷൻ വരുന്ന ഒരു ആവുന്നില്ല. അതൊരു 4 സെന്റിമീറ്റർ വരെയൊക്കെയാണ് വരുന്നുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് അവിടുത്തെ നഴ്സ് വന്നിട്ട് പറഞ്ഞത്. കണ്ടിന്യൂസ് പീവ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്, കാരണം അവർക്ക് വേറെ മെത്തേഡ് ഇല്ലെന്ന് തോന്നുന്നു. ഓപ്പൺ ആയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ എപ്പോഴും അതിന്റെ ഇടയ്ക്ക് പീവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞു നമുക്ക് നോർമൽ ഡെലിവറി തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം കുറച്ച് പെയിൻ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കുറച്ചല്ല, ഒരു 4 സെന്റിമീറ്ററിന്റെ ഒരു പെയിൻ ആയി. അപ്പം ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ എപ്പിഡ്യൂറൽ. അപ്പൊ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ, അത് നമ്മുടെ അനസ്തേഷ്യ പോലെ തന്നെ. അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ബോധം മുഴുവൻ പോകുന്നു. പക്ഷേ ഈ എപ്പിഡ്യൂറലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ കുറയുക, കുറയും. നമ്മൾ ലൈവ് ആയിരിക്കും അല്ലേ, നമ്മൾ ലൈവ് ആയിരിക്കും, പക്ഷെ പെയിൻ ഉണ്ടാകത്തില്ല. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്, അനസ്തേഷ്യ കണ്ടുപിടിച്ച കാലം മുതലേ ഉള്ളതാണ് ഈ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന സംഭവം. ചിലരത് ചൂസ് ചെയ്യും, ചിലർക്ക് അത് വേദന സഹിക്കാനായിട്ട് കെൽപ്പുള്ളവർക്ക് അത് കുഴപ്പമില്ല. അല്ലാത്തവർ വേദന, ഭയങ്കരമായ വേദന, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ പലരുടെ വേദന പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരാളുടെ വേദന വെച്ച് മറ്റേ ആളുടെ വേദന കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആൾക്ക് വേദന ഭയങ്കരമായി കൂടിയപ്പോൾ തന്നെ ഞാൻ കയറി കണ്ടായിരുന്നു, ഞാൻ 2 പ്രാവശ്യം കയറി കണ്ടു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോൾ ആൾക്ക് ഭയങ്കര വേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ആള് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എപ്പിഡ്യൂറൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞ് ഞാനത് സൈനൊക്കെ ചെയ്ത്, നമ്മുടെ അനസ്തേഷ്യയുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ്, സൈനൊക്കെ ചെയ്ത് പിന്നെ നേരെ കയറ്റി എപ്പിഡ്യൂറൽ ചെയ്തതിന് ശേഷം ഞാൻ ചെന്ന് കണ്ടപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ ഓക്കെ ആയി. ഷി വാസ് വെരി ഫൈൻ ആ സമയത്ത്. എപ്പിഡ്യൂറൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എപ്പിഡ്യൂറൽ ചെയ്യണമല്ലോ പിന്നെ, നല്ലതാണ്. ഓക്കെ, പിന്നെ എന്നാ ഉണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ? ബെറ്റർ അല്ലേ? മച്ച് ബെറ്റർ അല്ലേ കുഞ്ഞ? ഓൾറൈറ്റ്. ഉറക്കം വന്നു പോയല്ലേ? ഞാൻ ആക്ച്വലി 2 മണിക്കൂറത്തേക്ക് ഉറങ്ങിപ്പോയി എപ്പിഡ്യൂറലിന്റെ ആ ഒരു ആശ്വാസം കാരണം കൊണ്ട്. അപ്പോൾ ഇവർ പി വി ചെയ്യുമ്പോൾ ഞാൻ പ്രഷർ മസിൽ പിടിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ കൊച്ചിൻ്റെ ഹെഡ് കോണിക്കലായിട്ട് പുറത്തു, നോർമൽ ഡെലിവറിക്ക് എല്ലാ പിള്ളേരെയും ഹെഡ് കോണിക്കലായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ഹെഡ് ഇവിടുന്ന് എങ്ങാണ്ടാന്ന് തോന്നുന്നു കോണിക്കലായിട്ട് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിൻ്റെ ഹെഡ് കറക്റ്റായിട്ടല്ല വരും, മീൻസ് ആ എങ്ങനെ വരേണ്ട ആ ഒരു പൊസിഷനിലല്ല വരുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് തുടങ്ങി. അവസാന നിമിഷം വരെ നോർമൽ ഡെലിവറി എന്ന് വിചാരിച്ച ഏറ്റവും അവസാനത്തെ ഒരു 1/2 മണിക്കൂറിലാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ. കാരണം ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഞങ്ങളോട് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ആള് ഫുൾ ലീവിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രം വന്നതാണ്. കാരണം നമ്മളോട് അത്ര അറ്റാച്ച്മെന്റും ഞങ്ങൾക്കും അതെ, ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഞങ്ങളുടെ ഡോക്ടർ. അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം നമുക്കറിയാം, കറക്റ്റ് പറയുകയാണെങ്കിൽ ബറാക്കിനെ ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ ഡോക്ടറാണ്. അപ്പോൾ സെലിൻ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറിനെ. അപ്പോൾ ഡോക്ടറാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. അപ്പോൾ ഇവള് ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്, ഡോക്ടർ ഉണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ട്. അതുകൊണ്ട് ഡോക്ടർ ലീവിന് പോയ സമയത്ത് വേറൊരു സീനിയർ ഡോക്ടറായിരുന്നു വന്നിരുന്നത്. പക്ഷേ നമുക്കൊരു ചെറിയൊരു, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ PV സ്ട്രിപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് ഡോക്ടർ വന്നു. പക്ഷേ മറ്റേ സീനിയർ ഡോക്ടർ ഷി വാസ് വെരി ഗുഡ്. നമ്മൾ ആ ഡോക്ടറിന് കുറ്റം ഒന്നും പറയുന്നില്ല, കാരണം അവര് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ സെലിൻ ഡോക്ടറിനെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ വിളിച്ചു വരുന്നത്. അതെ അതെ. അപ്പൊ അതെ സെലിൻ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഓടിയെത്തിയ ആള് അവിടെ വന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം പുള്ളിക്കകത്ത് തന്നെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളുണ്ട്, നമുക്ക് C സെക്ഷൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് സെലിൻ ഡോക്ടറും പിന്നെ സീനിയർ ഡോക്ടറും കൂടെ വന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നമുക്ക് ചെയ്തേ പറ്റൂ. എന്നെ ജസ്റ്റ് അവർ കട്ടൻ മാറ്റിയിട്ട് ഹാർട്ട് ബീറ്റിന്റെ മെഷീൻ കാണിക്കുമായിരുന്നു. അപ്പം ഡോക്ടറും കരയുന്നതിന്റെ കൂട്ടായിപ്പോ ഡോക്ടർ പറഞ്ഞു മൈ ബേബി. പിന്നെ ഡോക്ടർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കും പാനിക് ആയിപ്പോയി, കാരണം ഡോക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതി, കാരണം എന്റെ കംഫോർട്ട് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പാനിക് ആയിപ്പോയി. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സൈനൊക്കെ ചെയ്ത് നേരെ C സെക്ഷനിലേക്ക് കയറ്റിയാണ്. കയറ്റി എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഒന്നും എടുത്തില്ലെന്ന് തോന്നുന്നു. 15 മിനിറ്റ് പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു C സെക്ഷനൊക്കെ പെട്ടെന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പുറത്ത് അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഞാനും അമ്മയും ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരിക്കാൻ നേരത്ത്
പൂച്ച കരയുന്ന സൗണ്ട് കേൾക്കുക, കുഞ്ഞ പൂച്ച കരയുന്ന സൗണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിയത്, കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ പൂച്ച വരാനായിട്ട് യാതൊരുവിധ സാധ്യതയില്ല. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി, ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നത് പൂച്ച കരയാണ്, ഇത് എന്നാ സംഭവം എന്നാന്ന് പറഞ്ഞെടുക്കാൻ നേരത്ത് അവിടെ തിയേറ്ററിൻ്റെ വാതിലും തുറന്ന് നേഴ്സ് ഒരു പാത്രമൊക്കെ ആയിട്ട് വന്നേക്കുക. പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ദാണ്ടർ കിടക്കുന്നു നമ്മുടെ ആള്. ഓ എൻ്റെ സുന്ദരൻ, എൻ്റെ പുന്നാരി, എൻ്റെ പുന്ന അതിൻ്റെ അകത്ത് കിടക്കണത്. എന്താടി സുന്ദരി പുന്നാൻ്റെ ആണാടി, നീ സുന്ദരനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ബേബി ബോയ് ആണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടല്ലോ, നമ്മളിപ്പോഴും ഉണ്ടല്ലോ അനൗൺസ്മെന്റ് പോസ്റ്റർ, അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കി വെച്ചാൽ എല്ലാം ബോയുടെ സാധനങ്ങളായിരുന്നു. അപ്പോഴും നമുക്കൊരു 2% വരെ നമുക്ക് കാണുമല്ലോ ബോയ് ഓർ ഗേൾ. അതെ, അപ്പോൾ 98% നമുക്ക് ബോയ് ആയിരുന്നു, നമുക്കറിയാത്. 2% നമ്മൾ ഗേളിന് വേണ്ടി വെച്ചത്. കാരണം ഗേൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്കറിയായിരുന്നു ഇറ്റ്സ് എ ബോയ് എന്നുള്ളത് നമുക്കറിയായിരുന്നു. കൊച്ചിനെ കൈ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് നമുക്കുള്ളതിനേക്കാളും സന്തോഷം അത് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്ന അത്ര, അപ്പം എനിക്കറിയാം ആൾ വരും എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് കൈ കിട്ടിയപ്പോഴത്തേനും എനിക്ക് അറിയാവുന്ന ഒരാൾ പോലെയാണ് എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ കണ്ടു എൻ്റെ കൊച്ചു, എൻ്റെ പുണ്ണ് എൻ്റെ കൈയായിരിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റേ ചെവിയിൽ ഭൂമിയിൽ അപ്പൻ്റെ പേര്, അത് ഞാൻ പിന്നെ സ്വർഗത്തിലപ്പൻ ഈശോ എന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. സാധാരണ സി സെക്ഷന് എല്ലാവരും കാണുന്നതാണ്, എല്ലാം നല്ല ഓപ്പറേഷൻ്റെ എല്ലാം പ്രോസസ്സിങ് എല്ലാം കാണുന്നതാണ്. പക്ഷേ ഞാൻ ബോധപ്പെട്ട് പോയി സത്യം പറഞ്ഞാൽ. എന്നെ അവർ കാണിച്ചു ലിഷ ഇറ്റ്സ് എ ബേബി ബോയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കി, പക്ഷേ ബ്ലറായിട്ടാണ് മൊത്തം കണ്ടത്. ഇവൻ്റെ സൗണ്ട് ഞാൻ കേട്ടു കരയുന്നത് ബോയ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെയ്യുന്നതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ലിഷയ്ക്ക് ഗേൾ ആയിരുന്നല്ലേ വേണ്ടേ? ശരി ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നത് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ആദ്യമായിട്ട് പിറകിനെ കണ്ടപ്പോൾ എങ്ങനെയാ തോന്നിയത്? ഇത്തിരി കുഞ്ഞു സാധനോട് എനിക്കത് കാണാൻ പോലും, തല മാത്രമേ കാണിക്കാറ്. തല മാത്രം കാണും, കാരണം ഫുള്ള് പൊതിഞ്ഞാ കൊടുത്തത്. ആള് ശരിക്കും കൊച്ചിനെ കാണുന്ന അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാതെ, കുഞ്ഞ് നീ ബെറാക്കിനെ ഫുള്ള് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുത്തൻ ഇങ്ങനെ നീണ്ടു കിടക്കണം. എൻ്റെ കുഞ്ഞി എനിക്ക് പാല് കൊടുക്കാൻ വേണ്ടി മാത്രമേ അവൻ കൊണ്ടുവരുന്നുള്ളൂ. അവസാനം വരെ നോർമൽ ഡെലിവറി ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കും കാര്യങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇത് സി സെക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ, നമ്മൾ പറയൂല ആളുകളുടെ അടുത്ത് പറയും എങ്ങനെ ഉണ്ടായിരുന്നു ഡെലിവറി, എങ്ങനെയുള്ള സി സെക്ഷനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ആളെ ഞാൻ പറയുന്നില്ല, ആളൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക്. കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര അതായത് ഇത്ര നാളും നീ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം സി സെക്ഷൻ ആയില്ലേടാ എന്നുള്ള രീതിയിലുള്ള ആ ടോണിലുള്ള വർത്താനങ്ങളായി കുറച്ച് പേർക്ക്. ഇതിപ്പോൾ ഏതാണേലും സി സെക്ഷൻ ആണേലും നോർമൽ ആണേലും അമ്മയുടെയും കുഞ്ഞിൻ്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദാറ്റ് ഈസ് ഫൈൻ, എവറിത്തിങ് ഈസ് ഫൈൻ അല്ലേ? അതുകൊണ്ട് അത് ചോദിച്ചവരുടെ അടുത്ത്, ആ ടോണിൽ സംസാരിച്ചവരുടെ അടുത്ത് എനിക്ക് പുച്ഛം മാത്രം. അല്ല, നമുക്ക് ആക്ച്വലി ഡിബേറ്റിനുള്ള ഒരു ടോപ്പിക്കാണ് അത്. ചിലർ ഇങ്ങനെ പറയും നോർമൽ ഡെലിവറി ആയിരുന്നല്ലേ, നോർമൽ ഡെലിവറി ആണെങ്കിൽ സ്റ്റിച്ച് ഉണ്ട്, സി സെക്ഷൻ ആണെങ്കിലും സ്റ്റിച്ച് ഉണ്ട്. അന്നത്തെ കേസിലാണെങ്കിൽ ആള് 2 പേരും സഹിച്ചു. കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള PV സ്ട്രിപ്പിങ് എല്ലാം ഒരു 20 PV എങ്കിലും ചെയ്തിട്ടുണ്ട്. അതെ, അതിന്റെ സ്ട്രിപ്പിംഗ് ഉൾപ്പെടെ അങ്ങനെ ആള് സഹിച്ചു. അതിനുശേഷമാണ് ആള് സി സെക്ഷനിലേക്ക് വന്നത്. അതുകൊണ്ട് ഷീ ഈസ് വെരി സ്ട്രോങ്. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ ബേബി വാസ് ഹെൽത്തി, മൈ ക്യൂട്ട് വാസ് ഹെൽത്തി. അവൻ ഇപ്പം ഡബിൾ സ്ട്രോങ് ആണ്, അവൻ ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ്. നമ്മൾ ആക്ച്വലി സങ്കടപ്പെട്ടിരുന്നാലും അവന് മോൻ കണ്ടാൽ ശരിക്കും മനസ്സിലാവുന്ന ഒരു ബേബിയാണ്. അതെ, അത് കുറേ എക്സാമ്പിൾ ഉണ്ട് അതിൽ. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം അവള് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അമ്മ, ഞങ്ങൾ എയർപോർട്ടിൽ അവളെ കൊണ്ടാക്കാൻ പോയത്. അപ്പോൾ അവളുടെ അമ്മ കരയുമായിരുന്നു. അപ്പോൾ ആൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുണ്ട് എയർപോർട്ടിൽ. അപ്പോൾ ആ കരയെന്ന് കണ്ടപ്പോഴത്തേനും ഇവൻ ഉടനെ അങ്ങോട്ട് ചാടി, ഭയങ്കര എമ്പത്തറ്റിക്കാണ് ബേഡാക്കി, ഇറ്റ്സ് വെരി എമ്പത്തറ്റിക്. അവൻ അങ്ങോട്ട് കറന്നിട്ട് ആ കരയുന്ന ആളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുക, മാറുന്നില്ല, നമ്മുടെ അടുത്തേക്ക് മരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഹീ ഈസ് വെരി ഗുഡ് ബോയ്. അപ്പോൾ വി ഗോട്ട് എ ഗുഡ് ബോയ്. ആൻഡ് അതിനെന്തിനാണ് ഈ കരയുന്നത്? അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ മെന്റലി ആണെങ്കിലും കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ പ്രഗ്നൻസി ജേർണിയിൽ ഉണ്ടായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുഞ്ഞ് വയറ്റിലായിരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു.
കുറേ പേർക്ക് ഛർദിലായിട്ട് അതെ ഇവർക്ക് ഫിസിക്കലി പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്തൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള എനിക്ക് ഫ്രണ്ട്സിനെ അറിയാം. എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ എനിക്ക് 3 മാസം ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു. അല്ലാതെ 3 പ്രാവശ്യം മാക്സിമം ഞാൻ വോമിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ അത് ആൾക്കാരൊക്കെ വോമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് ആളൊന്ന് ട്രൈ ചെയ്താണെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ പ്രഗ്നൻസി ജേർണി. നമ്മുടെ പ്രഗ്നൻസി ജേർണിയുടെ സമയത്ത് ഇഷ്ടം പോലെ ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ അടുത്ത സീരീസുകളിലൊക്കെ നമ്മൾ പറഞ്ഞു തരും എന്തൊക്കെയായിരുന്നു ഫിനാൻഷ്യലി വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ വീണ്ടും ഒരു വ്ളോഗ് ഇപ്പോൾ നമ്മൾ എടുത്ത് തീർത്തതിൽ നമ്മൾ ആനന്ദ പുളകിതരാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ടോന്നും കൂടെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞ് തീർത്തിട്ടങ്ങ് പോയി നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. അങ്ങനെ സംഭവിച്ചിരുന്നു, കുറേ ഞങ്ങൾ സംസാരിച്ചങ്ങ് പോയി വീഡിയോ റെക്കോർഡായിട്ട്. അതെ അതെ. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഇതിപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ജേർണിയുടെ കാര്യം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞില്ലേ? എന്തെങ്കിലും പറയാതെ വിട്ടുപോയിട്ടുണ്ടോ? ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ പറയാം. അതിനി ബാക്കി വ്ളോഗുകളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ വരേണ്ടിയിരിക്കുന്നു, നമ്മൾ വീണ്ടും കാണേണ്ടിയിരിക്കുന്നു. അതുവരേക്കും ബ്ലേഷ ആൻഡ് കോ സൈനിങ് ഓഫ്. ബെരാക്കി.